എല്ലാവർക്കും നമസ്കാരം. മഹാകാളി ഹീലിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബോർഷൻ സോളിൻ്റെ റിലീസാണ്. അപ്പോൾ അബോർഷൻ സോൾ റിലീസ് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി മഹാകാളി ഹീലിങ് നമുക്ക് ദേവി തന്നത്. ദേവി ഒരു പവർ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു കഴിവ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കണത് ആക്ച്വലി ആ സോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി. പിന്നെ ബാധകൾ അതുപോലുള്ള വിഷയങ്ങളും അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറേ കേസുകളിൽ റിസൾട്ട് കിട്ടിയേക്കണതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ കുറേ പേരെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഡിപ്രഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചിരുന്ന ഒത്തിരി ആളുകൾ വളരെയധികം മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ മരുന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ബാഹ്യമായിട്ടുള്ള എനർജീസ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിങ്ങൾക്കറിയാം ചക്രാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഓറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓറ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വെളിയിലുള്ള 7 വലയങ്ങളാണ് ഓറ എന്ന് പറയുന്നത്. അതുപോലെ ചക്രാസ് എന്ന് പറഞ്ഞാൽ 7 എണ്ണം മെയിനായിട്ട് പ്രധാനപ്പെട്ട 7 ചക്രാസാണുള്ളത്. അപ്പോൾ ആ 7 ചക്രകളിലും ഇതേപോലെ തന്നെ എന്താണ് പറയുക, ഒരു എനർജി ബാറ്ററിയാണ് ആക്ച്വലി നമ്മുടെ ചക്രാസ് പറഞ്ഞു കഴിഞ്ഞാൽ. ചക്രാസ് ഓരോ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഹാർട്ട് ചക്ര എന്ന് പറയും, ഇവിടെയാണ് ഹാർട്ട് ചക്ര ഇരിക്കുന്നത്. ഈ ഹാർട്ട് ചക്രയുടെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട്, ലങ്സ് അതിനകത്തേക്കുള്ള ഊർജ്ജം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ജോലി. അതാണ് ആ ചക്ര പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇത് തിരിയുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അങ്ങോട്ടേക്ക് ഊർജ്ജം സപ്ലൈ ചെയ്യുക, പ്രാണശക്തിയെ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പ്രവഹിപ്പിക്കാവുന്ന ആ ഒരു ധർമ്മമാണ് ചക്രാസ് ചെയ്യുന്നത്. അപ്പോൾ ചക്രാസ് പ്രോപ്പറായിട്ട് വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ആയിരിക്കും, നല്ല ആരോഗ്യമായിരിക്കുള്ളൂ. മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ശരി, ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ഉണ്ടാവും. ആക്ച്വലി നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവും. മെൻ്റൽ ഹെൽത്ത് വീക്ക് ആകുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മോശമാവും. അതാണ് തത്വം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ വളരെ ഡിഫറൻ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവർക്കൊന്നും അസുഖങ്ങളൊന്നും വരത്തില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഞങ്ങൾക്കൊരു അസുഖം വന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർ സ്ട്രോങ് ആണ്. അവർ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അവർക്കില്ല. അതില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അസുഖങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അമിതമായിട്ട് ഇതിനകത്തേക്ക് വന്നിട്ട് ഒരുപാട് ഭയങ്ങളും കാര്യങ്ങളും കയറ്റുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക എന്നുള്ളത് വേറൊരു തത്വമാണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ചിരിക്കും, ഇതെല്ലാം ചുമ്മാ തട്ടിപ്പാണെന്ന് പറയും. അയാൾ പറയണതും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പെന്നല്ല, ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്കിത് വരാത്തത്. പക്ഷേ അവർ എപ്പോഴെങ്കിലും ഒരു വീക്കായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ ഈ സാധനങ്ങൾ അവരെ പിടികൂടുകയും ചെയ്യും. കാരണം ബാഹ്യമായിട്ടുള്ള എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശത്രുബാധ എന്ന് പറഞ്ഞ സാധനം, ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ വഴിയെ പോകുന്ന വേറൊരു അൺവാണ്ടഡ് എനർജി, അതൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നപ്പോഴാണ്, നമ്മളുടെ ചക്രാസൊക്കെ വീക്കാകുമ്പോഴാണ്. ഇത്തരം അവസരത്തിൽ ഇതേപോലുള്ള എനർജീസ് നമ്മുടെ ശരീരത്തിൽ കയറി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹാർട്ട് ചക്രയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. നമുക്കൊരു ഒരു ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അപ്പടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇവിടെ നെഞ്ചിനകത്തൊരു കല്ല് കയറ്റി വെച്ചേക്കുന്ന നമ്മൾ പറയൂലേ, അതുപോലത്തെ അവസ്ഥകൾ. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് കുറേ കൊല്ലം മുന്നേ ഒരു ലേഡിയുടെ ഹീൽ ചെയ്യാൻ വേണ്ടി വന്നു. അന്ന് ഞാൻ റേക്കിയുടെ ഹീലിംഗാണ് ചെയ്യുന്നത് കേട്ടോ. അത് റേക്കിക്കകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഹീൽ ചെയ്യാൻ വന്നപ്പോൾ ഇതുപോലെ, ഇവിടെ അല്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അവരിവിടെ എവിടെ നിന്നോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ബോർഡ് കണ്ടപ്പോൾ കയറിയതാണ്. അന്ന് എൻ്റെ ഇവിടെ വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡുണ്ടായിരുന്നു. ഇപ്പോൾ ബോർഡൊന്നുമില്ല, നേരത്തെ റേക്കിയുടെ ബോർഡുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇതുപോലെ ഹീലിങ്ങിന് വന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ അവർക്ക് ഹീലിംഗ് കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഭാഗത്ത് നിന്നൊരു വലിയൊരു കല്ല് ഇങ്ങനെ റിലീസായി പോയി എന്നാണ് പറഞ്ഞത്. അത്രയധികം ഹെവിനെസ് ആയിരുന്നു അവർ ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന ബ്ലോക്കേജ്. അപ്പോൾ അതൊരു ബ്ലോക്കേജ് ആയിരുന്നു, മെൻ്റൽ ബ്ലോക്കേജ് ആയിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ച് അതെങ്ങനെയാണ് കല്ല് പോലെ സാധനം അവിടെ വന്നതെന്നൊക്കെ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, കുറേ കൊല്ലം മുന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പല അത്ഭുതകരമായ ഹീലിങ്ങുകളും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഥയും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നേരത്തെ സയൻറ്റിഫിക്കായിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, വെച്ചത് ലോജിക്കായിട്ടാണ്.
ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. അനുഭവമാണ് നമ്മുടെ ഗുരു. അനുഭവം കൊണ്ട് പറഞ്ഞു പോയപ്പോഴാണ് ഇതൊക്കെ എന്തോ ഉണ്ട് എന്നുള്ളത് തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഗവേഷണങ്ങളിലോട്ട് കടന്നത്, പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചത്. എൻ്റേതായ ഓൺ മെത്തേഡിലാണ്. അല്ലാണ്ട് ഞാൻ ഈ ബുക്ക് നോളജ് ഒന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ പുസ്തകം വായിച്ച് പഠിക്കുന്ന ആളൊന്നുമല്ല. എൻ്റേതായ കാഴ്ചപ്പാടിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് എനിക്ക് ഒരു കുറച്ചൊക്കെ ഈ മേഖലയിലോട്ട് കടക്കാനായിട്ട് സാധിച്ചെന്നുള്ളതാണ്. അപ്പം മെൻ്റൽ ബ്ലോക്കേജ് എന്ന് പറയുന്ന സാധനം ഇതാണ് നമ്മുടെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എമോഷണൽ ചക്ര, അതായത് സോളാർ പ്ലക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാഭിയുടെ ഭാഗത്തുള്ള ചക്ര, അതാണ് നമ്മുടെ എമോഷണൽ ചക്ര. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഞെട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഇവിടെ അടിവയറ്റിൽ ഈ വയറിൻ്റെ ഭാഗത്തായിട്ട് പൊക്കിളിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു മിന്നൽ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും നടുക്കാൻ പറ്റുന്ന സമയത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്? അതങ്ങനെ അവിടെ വേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ചക്രയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ തത്വം, അതാണ് അതിൻ്റെ സത്യം, റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള ഡിപ്രഷൻ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മെൻ്റൽ സ്ട്രെങ്ത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഇടപെടാതിരിക്കുക. ഒരാൾ ആർഗ്യുമെൻറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും നമ്മൾ ആലോചിക്കുക, ഈ ആർഗ്യുമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ? ഇയാളൊരു ആർഗ്യുമെൻറ്റ് ചെയ്ത് ജയിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരാൾ പറഞ്ഞുള്ളൂ, ഒരാളത് ആർഗ്യുമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആർഗ്യുമെൻറ്റ് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? ആർഗ്യുമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അറിവും അയാളുടെ അറിവും തമ്മിൽ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു. ഇതിനെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ്? അതെൻ്റെ അറിവ്, അത് അയാൾ പറഞ്ഞ തെറ്റല്ലേ? ആ തെറ്റിനെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമല്ലേ എന്ന് വെച്ചു. അപ്പോൾ ഇയാൾ ഭയങ്കര വികാരം കൊണ്ടിങ്ങനെ ഭയങ്കര ഇതായി, ഭയങ്കര സങ്കടം പോലെയൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ശരീരം തന്നെയല്ലേ കേടാക്കുന്നത്, നിങ്ങളുടെ മനസ്സല്ലേ കേടാക്കുന്നത്? ഇതിലും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് അല്ല കിട്ടുക, ദോഷമാണ് കിട്ടുക. ഇപ്പോൾ അയാളൊരിക്കലും ഇത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നന്നാവാൻ പോകില്ല, അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ അഭിപ്രായം മാറ്റാൻ അയാൾ തയ്യാറില്ല. ഈഗോ ഉണ്ട്, രണ്ടുപേർക്കും ഈഗോ ഉണ്ട്. ആ ഈഗോ തമ്മിലാണ് അടി. അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരിക്കലും ആർഗ്യുമെൻറ്റ് ചെയ്തിട്ട് ഒരാളെ നന്നാക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അയാളുടെ മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അത് മാറ്റിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നില്ല. അയാൾക്ക് അത് ഗുണമുണ്ടോ? അത് അയാൾക്കും ഗുണം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം ടോപ്പിക്കൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള നോളജ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു. ചെറിയ ആർഗ്യുമെൻ്റൊക്കെ ചെയ്യുന്ന ആളായിരുന്നു പണ്ട്. പിന്നീട് മനസ്സിലായി, അനർഹരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ എപ്പോഴെങ്കിലും മനസ്സിലായിക്കോട്ടെ. അവനെ സമയമാകുമ്പോൾ കുഴിയിൽ വീണ് കയറുമ്പോൾ മനസ്സിലാവും അത് കുഴിയാണെന്നുള്ളത്, അല്ലേ? നമ്മൾ പറയരുത് അവിടെ കുഴിയുണ്ട് നോക്കി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഈഗോ സമ്മതിക്കില്ല, അവിടെ കുഴിയില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വതാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് വളരെയധികം മാറ്റങ്ങളുണ്ട്. ചുമ്മാ ആർഗ്യുമെൻറ്റ് ചെയ്ത് നമുക്കൊന്നും നേടാനില്ല, നമുക്കൊരു ലാഭമില്ല, അതിനകത്ത് ഒരു ലാഭമില്ല, പകരം നഷ്ടമാണ്. അതിൻ്റെ ഒരു ബാലൻസാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്നവർക്ക് ഉണ്ടാവാറുണ്ട്. ഒന്നത്. പിന്നെ ലൈഫിൽ ഒരുപാട് സങ്കടകരമായ അനുഭവങ്ങൾ വരുന്നവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു ഭാര്യ വളരെ ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നു, അയാളെ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, സംരക്ഷിക്കുന്നു. പക്ഷേ ഈ ഭർത്താവ് അത് അറിയാതെ, ആ ഒരു ചെയ്യുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ഏത് സമയത്തും അതിനിങ്ങനെ ചീത്ത പറയുകയും പീഡിപ്പിക്കുകയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ ഡിപ്രഷൻ വരും, ഇല്ലേ? ആർക്കായാലും വരും, നമുക്കായാലും വരില്ലേ? വല്ലപ്പോഴും ഒന്ന് ചെറിയ ഒരു തല്ലുപിടുത്തമൊക്കെ അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ അത് സ്ഥായിയായിട്ട് ആ ഒരു തമ്മിൽ കണ്ടാൽ ഈ ഒരു വഴക്കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, അതിൻ്റെ പുറയിലും നമുക്ക് വേണമെങ്കിൽ ഒരു എനർജിയുടെ പ്രശ്നം വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ രണ്ടുപേരും നമ്മൾ വഴക്കടിക്കുന്നുണ്ടെങ്കിൽ എനർജിയുടെ ഇഷ്യൂ ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മഹാകാളി ഹീലിങ്ങിൽ ഇതുപോലെ ഡിപ്രഷൻ കുറേ എണ്ണം മാറ്റി കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മളുടെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദേവിയാണ് ചെയ്യുന്നത്, ഞാനല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ദേവി തന്നെയാണ് ചെയ്യണത്, നമ്മളല്ല. ദേവിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദേവി വരുന്നു, ചെയ്യുന്നു, പോകുന്നു.
അപ്പോൾ അത്തരം വിഷയങ്ങളിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ലാഘവത്തോടെ കാണുക, എമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അത് എളുപ്പമുള്ള പണിയല്ല, അത് തന്നെ പറയാം. പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ എളുപ്പമല്ല. കുറച്ച് നമ്മളതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാവും. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.